പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കൻ വെച്ചിട്ട് ഒരു ഫ്രൈ ആണ്. നിങ്ങൾ ആ വീഡിയോ കണ്ട് നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ചിക്കൻ എല്ലാം ഇതേ കനം കുറച്ച് നല്ല സ്മോൾ പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം ബോൺലെസ് പീസസ് ആണ്. എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള മസാലകൾ ആഡ് ചെയ്യാം. കാശ്മീരി മുളകാണ്, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗരം മസാല ചേർത്താൽ മതി. ഞാൻ പക്ഷേ ഒരു ശകലം ഫ്ലേവറിന് വേണ്ടിയിട്ട് ശകല മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കോട്ടിങ്ങിനുള്ള മസാല തയ്യാറാക്കാം. ബാറ്റർ ഞാൻ ആദ്യമായിട്ട് മൈദയാണ് എടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. നമുക്ക് മുക്കാനായിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1.5 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ആഡ് ചെയ്യും. നമ്മളെ ബാറ്ററിന് ഒരു ചെറിയ എരിവും ഉപ്പും വേണ്ടേ, അതിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നോക്കാം. നമ്മൾ ഇത്രയും ലൂസിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ നോക്കാം. ചിക്കനൊക്കെ നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. പൊരിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഈ മുട്ടയുടെ പ്ലേറ്റിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മുടെ ഇതിലോട്ട് മൈദയും കോൺഫ്ലവറും വെക്കുക. കുടഞ്ഞിട്ട് ഇടുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. നമുക്ക് ഓയിൽ വേണമെങ്കിലും വറക്കാവുന്നതാണ്. എല്ലാം വറുത്തിട്ട് തരാം. നമ്മുടെ ഫ്രൈയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് മുകളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് കാണാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.